السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا وجميع المصنفين الصالحين والعلماء العاملين والمفسرين والمحدثين والعلماء والفقهاء والأئمة كلهم أجمعين. اللهم رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تم بالخير واختم بسعادة، آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം റബ്ബ്, പരിശുദ്ധവും പരിപാവനവുമായ ഈ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ഹക്ക് ജാവർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും നമ്മുടെ എല്ലാ അരുതായ്മകളും അള്ളാഹു തആല വിട്ടുകൊടുത്തും മാഫാക്കി തരികയും നമ്മുടെ ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിച്ചു കൂട്ടാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇല്ലാതെയാക്കി നമുക്ക് അള്ളാഹു തആല സുഖവും സൗഖ്യവും സമാധാനവും ആഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ താഅത്തിലും അവന്റെ ദീനി ഖിദ്മത്തിലുമായിട്ട് ദീർഘായുസ്സും ആഫിയത്തോടു കൂടിയ ദീർഘായുസ് അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ബാലസന്താനങ്ങൾ, അവർക്കെല്ലാം സഹോദരി സഹോദരങ്ങൾ, മറ്റമ്പോട് ബന്ധപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു തആല എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് മാഫായി കൊടുക്കട്ടെ. അവരുടെ ജീവിതം അള്ളാഹു സുഖകരമായി കൊടുക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തആല പരിഹരിക്കുകയും ചെയ്യട്ടെ. അവരിന്ന് മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെ ബർസഖിയ ജീവിതം അള്ളാഹു തആല സുഖകരമായി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തോടു കൂടി ദീർഘായുസ് നൽകി നമുക്ക് തണലാകാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മരണം ഖൈറാവുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി മരണപ്പെട്ട് അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ദാസന്മാരോടൊപ്പം ചേർന്ന് അവരോടൊപ്പം അവരുടെ ജിവാറിൽ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും മക്കളിലും അതുപോലെ നമുക്ക് അള്ളാഹു നൽകിയ ധനത്തിലും എല്ലാം അള്ളാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും നൽകി എല്ലാവിധ ആഫാത്ത് മുസീബത്ത് ബലാകളെ തൊട്ട് അള്ളാഹു തആല അതിനെ എല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. പ്രിയമുള്ളവരെ, നാം സംസാരിച്ചു വന്നത് 2-3 ദിവസങ്ങളായിട്ട് റമദാൻ 1 മുതൽ 4 വരെയുള്ള ഈ 4 ദിവസങ്ങളിലായിട്ട് നാം സംസാരിച്ചു വന്നത് പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയും ഇതര മാസങ്ങളെക്കാൾ അതിനേക്കുള്ള മഹാത്മ്യവും ശ്രേഷ്ഠതയുമാണ് നാം പറഞ്ഞു വന്നത്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളതും ചർച്ച ചെയ്യാനുള്ളതും ഈ റമദാൻ മാസത്തിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ, നാം ചെയ്യേണ്ട അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒരു വിശകലനം നടത്താം. റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നാം കാര്യമായി എടുക്കേണ്ടതും നോമ്പ് തന്നെയാണ്. നോമ്പാണ് റമദാൻ മാസത്തിലെ ഒരു പ്രത്യേകമായ ആരാധന. നോമ്പിന്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ശ്രേഷ്ഠതയും അതിനല്ലാഹു നൽകുന്ന മഹനീയ സ്ഥാനവും നാം ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലുതാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്മാലു ബനി ആദമ സബ്ഉൻ, ആദം സന്തതികളുടെ അതായത് മനുഷ്യരുടെ അമലുകൾ 7 വിധത്തിലാണ്. 7 വിധത്തിലാണ് അവരുടെ അമലുകൾ. അതിൽ അമലാനി മൂജിബാനി, 2 അമലുകൾ നിർബന്ധമാക്കുന്നവയാണ്. എന്തിനെ നിർബന്ധമാക്കും? ഒന്നുകിൽ സ്വർഗത്തെ അല്ലെങ്കിൽ നരകത്തെ നിർബന്ധമാക്കുന്ന, ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത വിധം സ്വർഗത്തെയോ അല്ലെങ്കിൽ നരകത്തെയോ നിർബന്ധമാക്കുന്ന 2 അമലുകൾ. ഏതാ 2 അമലുകൾ? മൻ മാത്ത മുവഹിദൻ മുഖ്ലിസൻ, മുവഹിദായിട്ട് ഏകദൈവ വിശ്വാസിയായിട്ടും
ആത്മാർത്ഥതയോടുകൂടിയും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, അഥവാ മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ, ദഖലൽ ജന്ന വജബത്തുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി കഴിഞ്ഞു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗാവകാശിയാണെന്നും സ്വർഗം അവനക്ക് ലഭിക്കുമെന്നും നിർബന്ധമായി കഴിഞ്ഞു. അതാണ് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന്റെ നേട്ടം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവൻ ഈമാനില്ലാതെ മരണപ്പെട്ടു പോയി എന്നോ അവൻ രക്ഷപ്പെട്ടവനല്ല എന്നോ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. കാരണം മുസ്ലിമായിട്ടും മുഅ്മിനായിട്ടും ജീവിച്ചൊരു മനുഷ്യൻ അവസാന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെയോ അല്ലെങ്കിൽ പറയാതെയോ മരണപ്പെട്ടാലും അവൻ മുസ്ലിം തന്നെയാണ്, മുഅ്മിൻ തന്നെയാണ്, അവനും രക്ഷപ്പെട്ടവനാണ്. പക്ഷെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കുന്നതും പറയാതെ മരിക്കുന്ന മുഅ്മിനിന്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ അവൻ എത്ര കുറ്റവാളിയാണെങ്കിലും ദോഷിയാണെങ്കിലും, ദോഷികൾക്ക് ചെല്ലാൻ കഴിയൂല്ല എന്നുള്ള വേറെ പ്രശ്നം, എത്ര കുറ്റവാളിയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴിഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ അല്പസമയം പോലും നരകത്തിൽ കടക്കാതെ, നരകത്തിന്റെ ചൂട് അവൻ ഏൽക്കാതെ ആദ്യമേ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാവും. ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന്റെ നാട്ടം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഒരു മുഅ്മിൻ മരിച്ചാലോ, അവൻ മുഅ്മിൻ തന്നെയാണ്, മുസ്ലിം തന്നെയാണ്, സ്വർഗാവകാശി തന്നെയാണ്. പക്ഷെ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ അല്ലാഹു തആല മാപ്പ് ചെയ്ത് കൊടുക്കുന്നുമില്ലെങ്കിൽ, അല്ലാഹു തആല ആർക്കും മാപ്പ് ചെയ്ത് കൊടുക്കാലോ, മാപ്പ് ചെയ്ത് കൊടുക്കുന്നുമില്ലെങ്കിൽ ആ കുറ്റത്തിന്റെ തോത് അനുസരിച്ച് ഒരു ശിക്ഷ നരകത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ആ നിലക്കുള്ള ഒരു ദുര്യോഗം, ആ നിലക്കുള്ളതായിരിക്കുന്ന ഒരു വിഷമം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവനിക്ക് ഉണ്ടാവില്ല. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം എന്ന് പറയാൻ കാരണം. അല്ല ചൊല്ലാതിരുന്നാലും മുഅ്മിൻ അല്ലാതെ മരിച്ചുപോയി എന്നർത്ഥമില്ല. അവൻ രക്ഷപ്പെട്ടവനല്ല എന്നെനിക്കും അർത്ഥമില്ല, അവൻ മുഅ്മിൻ തന്നെയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചവനെ കുറിച്ച് ഒരിക്കലും മുഅ്മിനല്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല. അവൻ മുഅ്മിനായിട്ടും മുസ്ലിമായിട്ടും ജീവിച്ചവനാണെങ്കിൽ അവൻ മുഅ്മിൻ തന്നെയാണ്. പറയുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ പറയാൻ കഴിയാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന മഅ സാബിഖീന എന്നാണ് മുഹദ്ദിസീങ്ങളായ വ്യാഖ്യാതാക്കളൊക്കെ കൊടുത്തത്. സാബിഖീങ്ങളായ അള്ളാഹിന്റെ ഇബാദത്തുകളിലേക്ക് മുൻകടന്നു പോയ അള്ളാഹിന്റെ മഹാന്മാർ, ആ മഹാന്മാരോടൊപ്പം തന്നെ അവന് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. നരകത്തിൽ അല്പം പോലും കിടക്കേണ്ടി വരില്ല എന്നർത്ഥം. അപ്പൊ അതാണ് സ്വർഗത്തെ നിർബന്ധമാക്കുന്ന ഒരു അമല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കുക. അങ്ങനെ ഒരു അമലം ചെയ്തിട്ടുണ്ടെങ്കിൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ എന്നൊരു അമലവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുവഹ്ഹിദായിട്ടും മുഖ്ലിസായിട്ടുമാണോ മരിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗം അവനക്ക് നിർബന്ധമായി. രണ്ടാമത്തേത് മാത്ത യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ വജബത്തിൻ നാറു, അള്ളാഹുവിനെ കൊണ്ടൊരു വസ്തുവിനെ പങ്കു ചേർത്തുകൊണ്ട് അഥവാ കാഫിറായിക്കൊണ്ടാണോ മരിച്ചതെങ്കിൽ അവനക്ക് നരകം നിർബന്ധമായി കഴിഞ്ഞു. അതാണ് നരകത്തെ നിർബന്ധമാക്കുന്ന അമല്, രണ്ടാമത്തെ അമല്. മുവഹ്ഹിദല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്തിട്ടില്ല, മാത്രമല്ല അവനക്ക് ഈമാനുമില്ല, ഷിർക്ക് അവൻ അള്ളാഹിനെ കൊണ്ട് പങ്കുവെച്ചു, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, ആ നിലക്കാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ, അഥവാ കാഫിറായിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ അവനക്ക് നരകം നിർബന്ധമായി കഴിഞ്ഞു എന്നാണ്. അതാണല്ലോ മഹാന്മാരൊക്കെ സൂൽ ഖാത്തിമത്തിലെ തൊട്ട് വല്ലാതെ പേടിച്ചത്. അവസാനം ചീത്തയായി മരിക്കുന്നതിനെ കുറിച്ച് ധാരാളം ഭയപ്പെടുകയും കരയുകയും കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് മഹാന്മാരൊക്കെ. അവിടെ ഈമാൻ തെറ്റിപ്പോയാൽ പിന്നെ അവനക്ക് നരകം നിർബന്ധമായി കഴിഞ്ഞു. അവിടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നമ്മുടെ ജന്മശത്രുവായ ഇബ്ലീസുൽ ലഈൻ എല്ലാ അടവുകളും പയറ്റുമെന്നാണ്. അവൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ, മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഭാര്യയുടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ
രൂപത്തിൽ അവൻ വന്നുകൊണ്ട് വളരെ ദാഹിച്ച് അവശനാകുന്ന, കടലിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം തീരാത്ത ആ അസന്നിഗ്ധ ഘട്ടത്തിൽ വെള്ളപാത്രവുമായി വന്ന് നിനക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നീ 2 ഇലാഹുണ്ടെന്ന് പറയണം, ഒറ്റ ഇലാഹല്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് അവൻ കാഫിറാക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തും. അതിൽ നിന്നെല്ലാം വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്തുകളുടെ സഹായം, അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ സഹായം, ബദരീങ്ങളുടെ സഹായം, ഷെയ്ഖന്മാരുടെ സഹായം, അതുപോലത്തെ സഹായങ്ങളെ കൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയുക. അപ്പോൾ മുശ്രിക്കായിക്കൊണ്ട് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിർബന്ധമാക്കി. അതാണ് 2ാമത്തെ അമല്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3ാമത്തെ അമല് അമലാനി ബി അംസാലിഹിമ, 2 അമലുകൾക്ക് അതിനോട് തുല്യമായ പ്രതിഫലം കൊടുക്കും. ഇരട്ടിയാക്കലോ കൂടുതലോ ഇല്ല. ആ അമലിനിക്ക് അതിനോട് തുല്യമായ കണക്കായ കറക്റ്റായ പ്രതിഫലം നൽകും. അപ്പൊ 4 അമലുകളായി. ഏതാ 2 അമല്? മൻ അമില സയ്യിഅത്തൻ യുസാലുഹു ബിമിസ്ലിഹ, ഒരാളൊരു തിന്മ ചെയ്താൽ, ഒരു ദോഷം, ഒരു കുറ്റം ഒരാൾ പ്രവർത്തിച്ചാൽ അതിനോട് തുല്യമായ അതിൻ്റെ തോതും അതിൻ്റെ കണക്കും അനുസരിച്ചുള്ള ഒരു പ്രതിഫലം അവനിക്ക് നൽകപ്പെടും. കുറ്റം ചെയ്തവനിക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കൂല, കൂടുതൽ ശിക്ഷയും നൽകൂല. സയ്യിഅത്തിന് ആര് ചെയ്താലും ആ സയ്യിഅത്തിനിക്ക് അതിന് മിസിലായ, അതിന് തുല്യമായ ശിക്ഷ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുക. അതാണ് 3ാമത്തെ അമല്. 4ാമത്തെ അമല് മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ യുജ്സാലുഹു ബിമിസ്ലി മാ അമില ബിഹാ, ഒരാളൊരു നന്മ കരുതി, ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് നിയ്യത്ത് ചെയ്തു, മനസ്സിൽ കരുതി, പക്ഷേ എന്തോ സാന്ദർഭികവശാൽ അല്ലെങ്കിൽ അവൻ മറന്നിട്ടോ മറ്റോ അതവൻ ചെയ്തില്ല എന്ന് വിചാരിച്ചു. ചെയ്തില്ല എങ്കിലും അവൻ അത് ചെയ്താൽ കിട്ടുന്ന അതിനോട് തുല്യമായ, ഇരട്ടിയല്ല അതിനോട് തുല്യമായ മിസിലായ ഒരു പ്രതിഫലം അല്ലാഹു തആല അതിനിക്ക് അവന് കൊടുക്കുമെന്നാണ്. അതാണ് നല്ല നിയ്യത്ത് ചെയ്യുന്നതിന് വളരെ റാഹത്തുണ്ട്, അല്ല ഫലമുണ്ട് എന്ന് പറയാൻ കാരണം. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, ഒരു മുഅ്മിന്റെ നിയ്യത്ത് അവൻ്റെ അമലിനേക്കാൾ ഖൈറാണെന്ന് വരെ ഹദീസിൽ വന്നിട്ടുള്ളത് അടിസ്ഥാനത്തിലാണ്. നാം ഒരു നന്മ കരുതുകയും ആ നന്മ ഏതെങ്കിലും നിലക്ക് ചെയ്യാൻ കഴിയാതെ ഒഴിവായി പോവുകയും ചെയ്താലും ആ നന്മ പ്രവർത്തിച്ചാൽ അതിന് കിട്ടുന്ന ഒരു തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകും. ഇതാണ് 2 അമലുകൾ. അപ്പം 4 അമലുകളായി. ഇനി 5ാമത്തെ അമല് അമലുൻ യുസാലുഹു ബി അശ്രി അംസാലിഹ, 5ാമത്തേതൊരു അമലാണ്. ആ അമലിനിക്ക് ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. പിന്നെ അതിൻ്റെ മേലേക്കുമാവാം. ചുരുങ്ങിയത് അതിനിക്ക് 10 പ്രതിഫലം കിട്ടും. 10 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് 3ാമത്തെ അമല്. 5ാമത്തെ അമല് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. അതിൻ്റെ മുകളിലാവാം. അതെന്താണ്? മൻ അമില ഹസനത്തൻ യുജ്സാലുഹു ബി അശ്രി അംസാലിഹ, ഒരു സാധാരണഗതിയിലുള്ള ഒരു നന്മ ഒരാൾ ചെയ്താൽ, അവൻ ചെയ്താൽ ആ നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. 10 ഇരട്ടി മുതൽ അതിൻ്റെ അപ്പുറത്തും കിട്ടാം. 10 ഇരട്ടി, ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം അവന് കിട്ടും. പിന്നെ 6ാമത്തേത് അമലുൻ യുസാലുഹു ബി 700 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന അമലാണ് 6ാമത്തെ അമല്. ആ അമലിനിക്ക് 700 ഇരട്ടി പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടും. അങ്ങനത്തെ അമല്. അതേതാമല്? മൻ അൻഫഖ മാലൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവ് ചെയ്തവൻ. അള്ളാഹിൻ്റെ മാർഗത്തിൽ ധനം ചെലവ് ചെയ്തവനിക്ക് 70 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണത്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും അതിൽപ്പെടും. യുദ്ധത്തിനായി ധനം ചെലവ് ചെയ്യുക, പള്ളികൾ നിർമ്മിക്കാനായിട്ട് ധനം ചെലവ് ചെയ്യുക, മദ്രസകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മദ്രസകളുടെ കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയോ ചെലവ് ചെയ്യുക, പൊതുവായിട്ട് മുസ്ലിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കിണർ കുഴിക്കുക പോലത്തെ, അല്ലെങ്കിൽ റോഡ് വെട്ടിക്കൊടുക്കുക പോലത്തെ, വഴിയുണ്ടാക്കി കൊടുക്കുക പോലത്തെ മുസ്ലിങ്ങൾക്ക് പൊതുവായി ഉപകാരപ്പെടുന്ന പൊതു നന്മകൾ ചെയ്യുക.
അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് സഹായം ചെയ്യുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവ് ചെയ്താൽ ആ ചെലവ് ചെയ്യുന്നതിനേക്ക് 700 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പാണ്. ഏഴാമത്തേതോ അമലുൻ യുജ്സാലുഹു ബിഗൈരി ഹിസാബ്, യാതൊരു അറ്റവുമില്ലാതെ പരിധിയുമില്ലാതെ 700-ലധികം പ്രതിഫലം കിട്ടുന്ന ഇത്രയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് കണക്കാക്കാനാവാത്ത ഒരമലാണ് ഏഴാമത്തെ അമല്. ഏതാണ് അമല്? അമലാണ് വഹുവസ്സൗമു, അതാണ് നോമ്പ്. 700 ഇരട്ടിയിലധികം പ്രതിഫലം കിട്ടുന്ന അമലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അമലാണ് നോമ്പ് എന്നത്. ഇനി നോമ്പ് എന്നത് മാത്രമല്ല, അതിൽപ്പെട്ട പല അമലുകളും വേറെയും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗസാലി തങ്ങൾ രചിച്ച ഇഹ്യാ എന്ന ഗ്രന്ഥത്തിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് ഇത്ഹാഫ് കാണും. ഇത്ഹാഫിൽ വിവരിച്ചിട്ടുണ്ട് 700 ഇരട്ടിയിലധികം പ്രതിഫലം കിട്ടുന്ന അമലുകൾ വേറെയുമുണ്ട് എന്ന്. ഏതൊക്കെയാണത്? ചിലത് നമുക്ക് നോക്കാം. ഒന്ന് ഹസനാത്തുൽ ഹറമി, ഹറമിൽ വെച്ച് ചെയ്യുന്ന നന്മകൾ. ഹറമിൽ വെച്ച് ചെയ്യുന്ന, ഹറം എന്ന പരിധിയിൽപ്പെട്ട ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും, ഹറം വളരെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ, ആ വിശാലമായി കിടക്കുന്ന ഹറമിന്റെ ഏത് പരിധിയിൽ വിട്ട സ്ഥലത്ത് വെച്ച് ചെയ്താലും അവിടെ ചെയ്യുന്ന നന്മകൾക്ക് 1,00,000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. ഇന്നബിക്കുല്ലി ഹസനത്തിൻ ഫിഹ ബിമിഅത്തി അൽഫി ഹസന എന്നാണ്. ആ ഹറമിൽ വെച്ച് ചെയ്യുന്ന ഓരോ നന്മകൾക്കും 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടും എന്നാണ്. അപ്പോൾ 700 ഇരട്ടിയിലധികം പ്രതിഫലം കിട്ടുന്ന അമലുകൾപ്പെട്ട ഒന്നാണ് ഹറമിലെ ഹസനാത്തുകൾ. അതുപോലെ രണ്ടാമത്തേത് അൽ അമലു ഫി അയ്യാമിൽ അശ്രി മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകൾ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് വളരെ അധികം പുണ്യമുണ്ട്. അമലിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു, അഹബ്ബു ഇലല്ലാഹി മിനൽ ജിഹാദ്, ജിഹാദിനേക്കാൾ, യുദ്ധത്തെക്കാൾ വരെ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അമലായിരിക്കും ദുൽഹിജ്ജ ആദ്യത്തെ 10 നമ്മൾ ചെയ്യുന്ന നിസ്കാരോ അല്ലെങ്കിൽ നോമ്പോ അതുപോലത്തെ ഇബാദത്തുകളൊക്കെ. ആ ദിവസത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കെല്ലാം 700-ലധികം ഇരട്ടി പ്രതിഫലം കിട്ടും. മൂന്നാമത്തേത് അൽ ജിഹാദു, ജിഹാദ് തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന യുദ്ധം, സമരം. ആ സമരത്തിനും 700-ലധികം പ്രതിഫലം കിട്ടും ജിഹാദ്. നാലാമത്തേത് അഫ്ദുൽ ജിഹാദി കലിമത്തു അദിൽ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ രാജാവ് അല്ലെങ്കിൽ ഭരണകർത്താവ്, ആ ഭരണകർത്താവിന്റെ മുന്നിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുകയും നീതിക്ക് വേണ്ടി അവൻ ഉപദേശിക്കുകയും സത്യമായത് അവനോട് പറയുകയും ദീനിന്റെ കാര്യങ്ങൾ അവൻ ഉണർത്തുകയും ചെയ്യുന്ന, ആ സതുപദേശം നൽകുന്ന അതിനിക്ക് 700-ലധികം പ്രതിഫലമുണ്ട്. കലിമത്തു അതിലിൻ, നീതിക്ക് വേണ്ടിയുള്ള സംസാരം, ഇന്ദ സുൽത്താനിൻ ജായിൻ, അക്രമിയായ രാജാവിനടുക്കൽ വെച്ച് നീതിക്ക് വേണ്ടി സംസാരിക്കലാണ് ഏറ്റവും വലിയ അഫ്ദലായ യുദ്ധം എന്ന് പറഞ്ഞു. അതിനൊക്കും 700-ലധികം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന അമലാണ്. പിന്നെ അഞ്ചാമത്തെ അമൽ അശ്ശഹാദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായാൽ, അത് യുദ്ധത്തിൽ വെച്ച് രക്തസാക്ഷിയായാലും അല്ലെങ്കിൽ അവന് ചതിയിലോ വഞ്ചനയിലോ കാഫര്യങ്ങളും മറ്റോ കൊന്നുകൊണ്ട് ഷഹാദത്ത് രക്തസാക്ഷിത്വം വഹിച്ചാലും അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ടുള്ള ഷഹാദത്ത് രക്തസാക്ഷിത്വം, അതിന് 700-ലധികം പ്രതിഫലം കിട്ടുമെന്നാണ്. ആറാമത്തെ കാര്യം അസ്സോമു, നമ്മൾ ഈ പറഞ്ഞ നോമ്പ് തന്നെയാണ്. ഏഴാമത്തെ സുബറ, ക്ഷമ. എന്ത് വിപത്തുകൾ വന്നാലും, ആപത്തുകൾ വന്നാലും, വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാലും അതെല്ലാം വെപ്രാളം കാണിക്കാതെ, അക്ഷമ പ്രകടിപ്പിക്കാതെ ക്ഷമിച്ചു നിന്നാൽ ആ ക്ഷമക്ക് 700-ലധികം പ്രതിഫലമുണ്ട്. ഇന്നമായി വഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അത് ഖുർആനിൽ പറഞ്ഞു. ക്ഷമാശീലർക്ക് പരിധിയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 9-ാമത്തെ കാര്യം ദിക്റുല്ലാഹ്, അള്ളാഹുവിനോട് ചെയ്യുന്ന ദിക്റാണ്. ദിക്ർ വളരെ എളുപ്പമായ ഒരു ഇബാദത്താണത്. പിന്നെ നമുക്ക് വിശദീകരിക്കാം. നമുക്ക് വേഗം ചെയ്യാൻ കഴിയുന്നതും വളരെ പ്രയാസരഹിതവുമായ ഒരു അമലാണ് ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ർ. ആ ദിക്റിനിക്ക് 700 ഇരട്ടിയിലധികം പ്രതിഫലമുണ്ട് എന്നാണ്. അതുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരിക്കലും നാം പരിഹസിക്കുകയോ അവരെ നിസ്സാരമാക്കുകയോ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ദിക്ർ, അതിൻ്റെ 700-ലധികം പ്രതിഫലമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, 10-ാമത്തെ കാര്യം അൽ ഹജ്ജു മാസിയ, നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക. നടന്നവനായിട്ട് അറഫയിലേക്ക് പോകലും മിനയിലേക്ക് പോകലും അവിടുന്ന് മക്കയിലേക്ക് മടങ്ങലും
ഇങ്ങനെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട് ചെയ്യുക. മാഷിയ നിലക്ക് നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന അവനിക്കും 700-ലധികം ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചതും റസൂലുള്ളാഹി ഹദീസിലൂടെ പഠിപ്പിച്ചതായിരിക്കും ബഹുമാനപ്പെട്ട ഇത്ഹാഫിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ 700-ലധികം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന വളരെയധികം മഹത്തായ, വളരെയധികം ശ്രദ്ധയും ബഹുമാനവും അല്ലാഹു കൽപ്പിച്ച ഇബാദത്താണ് നോമ്പ്. ആ നോമ്പ് തന്നെയാണ് റമദാൻ മാസത്തിൽ നാം പ്രധാനമായി ചെയ്യേണ്ട ഇബാദത്തും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.